ചില ആളുകള് വാളുകൊണ്ട് കുത്തുന്നതിനേക്കാൾ വലിയ കുത്ത് വാക്കുകൊണ്ട് കുത്തും. പല്ലുകൊണ്ട് കടിച്ചാലുള്ള മുറിവ് മരുന്ന് വെച്ചാൽ മാറും, നാവ് കൊണ്ട് കടിച്ചാലുള്ള മുറിവ് മാറില്ല. അതുകൊണ്ട് ഒരാളെയും നമ്മുടെ നാവ് കൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല. ഒരു മുഅ്മിനിന് വേണ്ട ഏറ്റവും വലിയ ഗുണമാണത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ യളമനു ലീ ലിമാ ബൈന ലിഹയൈഹി വഫഖിദൈഹി അളമൻ ലഹു ബിൽ ജന്നാ. രണ്ട് ദാടിയെല്ലുകൾക്കും രണ്ട് തുടയെല്ലുകൾക്കും ഇടയിലുള്ള അവയവങ്ങൾ കൊണ്ട് അരുതായ്മ ചെയ്യില്ലെന്ന് എനിക്ക് ജാമ്യം തന്നാൽ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാം. ചെറിയ കാര്യമാണോ പറഞ്ഞത്? ഇന്ന് ലോകത്തെ നാശം മുഴുവനും ഈ രണ്ട് അവയവങ്ങൾ കൊണ്ടാണ്. വളരെ സൂക്ഷിക്കണം. അത് വലിയ കാര്യമാണ്. നമ്മുടെ എല്ലാ ഇബാദത്തുകളെയും തകർത്തുകളയും. പരദൂഷണം കൊണ്ട് നമ്മുടെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും. ഏഷണി കൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെട്ടു പോകും. സൂക്ഷിക്കണേ. ഒരു മഖ്ലൂഖിനെയും നമ്മൾ നാവ് കൊണ്ട് നോവിക്കാൻ പാടില്ല. അതെവിടെയായാലും ചിലര് മനസ്സിലാക്കിയത് ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളായതുകൊണ്ട് ആരെക്കുറിച്ചും എന്തും പറയാമെന്നാണ്. അയാളുടെ നാവിനും വിചാരണയുണ്ട്. ചിലര് പറയും ഞാനൊരു ആക്ടിവിസ്റ്റ് ആയതുകൊണ്ടാണ്. ആക്ടിവിസ്റ്റിനും ഹിസാബുണ്ട്. ഞാനൊരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനായതുകൊണ്ടാണ്. അയാൾക്കുണ്ട്. എല്ലാവർക്കും ബാധകമാണ്. ആരെക്കുറിച്ചോ എന്തോ കേൾക്കുമ്പോഴേക്ക് അടുത്ത സെക്കൻഡിൽ അയാളുടെ യൂട്യൂബ് ചാനൽ വന്നു കഴിഞ്ഞു. വന്നെന്താ? ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ എല്ലാ മാനവും നഷ്ടപ്പെടുത്തുന്ന പ്രയോഗങ്ങൾ പറയും. അതിന്റെ റിയാലിറ്റി അറിയാതെ, അതിന്റെ വസ്തുത അന്വേഷിക്കാനുള്ള സാധ്യത പോലുമില്ലാതെ നിഗമനങ്ങൾ വെച്ചുകൊണ്ട് മുറിപ്പെടുത്തുന്നവരുണ്ട്. ഓ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ആഖിറത്തെക്കുറിച്ച് ആലോചനയുള്ളവരാവണം. ഒരുപാട് ആളുകളെ നരകത്തിൽ വീഴ്ത്തിയത് ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവ് കൊണ്ട് വലിച്ചുകൂട്ടിയ പാപങ്ങളാണ്. നിസ്കാരം ഉണ്ടാവും, നോമ്പുണ്ടാവും, സകാത്ത് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ നാവ് കൊണ്ട് മാത്രം ചെയ്ത പാപങ്ങളാൽ കുടുങ്ങിപ്പോകുന്നവരുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.